നമുക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്കായിട്ടുള്ള നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ. ഞാൻ 2 പൈൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് കാർഡ്സ് എടുക്കും. അത് വെച്ചിട്ട് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2. ഓക്കെ, പൈൽ നമ്പർ 1 എടുക്കുന്നവർക്ക് ലവേഴ്സ്, വാവ്, നൈറ്റ് ഓഫ് വാൻസ്, 9 ഓഫ് കപ്സ്, വെരി ഗുഡ്, നൈറ്റ് ഓഫ് സ്വാർഡ്സ്, ക്വീൻ ഓഫ് കപ്സ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്നുള്ള നെക്സ്റ്റ് ആക്ഷൻ നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആണ് എന്ന് അവർ റിയലൈസ് ചെയ്യും. അവർ എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ ബോട്ടം ഓഫ് ദി ഡെക്ക് ഹാങ്ഡ് മാൻ ആയിരുന്നു. അവരുടെ ചിന്തകൾ മാറി വരുന്നതായിട്ടും നിങ്ങൾക്ക് നേരെ ഒരു അഫിനിറ്റി വരുന്നതായിട്ടും കാണുന്നു. അവർ റിയലൈസ് ചെയ്യും നിങ്ങൾ അവർക്ക് എത്രത്തോളം ഇഷ്ടമാണെന്നുള്ളത്. നിങ്ങളുടെ അടുത്തേക്ക് ഒരു ആക്ഷനുമായിട്ട് എത്രയും വേഗം അവർ എത്തിച്ചേരും എന്ന് തന്നെയാണ് കാണുന്നത്. സ്പീഡി ആക്ഷൻ നിങ്ങൾക്കായിട്ട് വരുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ പ്രതി അവർ ഹൈലി ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്യും എന്നും കാണുന്നു. 9 ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ തീർച്ചയായും അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആണ്. നിങ്ങൾക്കും ഒരു വിഷ് ഫുൾഫിൽമെന്റ് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്നും കിട്ടും എന്ന് തന്നെ കാണുന്നു കേട്ടോ. ഇത് പൈൽ നമ്പർ 1കാരുടെ ആണേ. ഇനി പൈൽ നമ്പർ 2കാരുടെ പേഴ്സൺ എന്താണ് ആക്ഷൻ എടുക്കാൻ നോക്കാം. ഡെത്ത്, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, ചാരിയറ്റ്, വെരി ഗുഡ്, 6 ഓഫ് വാൻസ്, എംപറർ ഒരു കാർഡ് കൂടി എടുക്കട്ടെ, ഏസ് ഓഫ് പെൻഡക്കിൾസ്, പേജ് ഓഫ് സ്വാർഡ്സ്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ സോഷ്യൽ ഇമേജ് അതെല്ലാം ഒരു ബോധറേഷൻ ആണ് അവർക്ക്. പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബിലായിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അത് മാത്രമല്ല റെസ്പോൺസിബിൾ ആയിട്ടൊരു പൊസിഷനിലിരിക്കുന്ന ഒരാളാണ്. ഫാമിലിയിലും അദ്ദേഹത്തിന് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതായിട്ട്, അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതായിട്ട് കാണുന്നു. നിങ്ങളുടെ ഇടയിൽ മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസസ്, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെ പല ഡിഫറൻസസ് ഉള്ളതുമായിട്ടും കാണുന്നു കേട്ടോ. ഇവര് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹമേ ഉള്ളൂ ആസ് ഇറ്റ് ഈസ്. ഓക്കെ, അവര് പല കൺസിഡറേഷനിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഡിവൈൻ ഇന്റർവെൻഷൻ, ഡിവൈൻ്റെ സഹായം അവർ ആഗ്രഹിക്കുന്നു. കാരണം ഡിഫറൻസസ് വളരെ വലുതാണ്. ഒരു ന്യൂ ബിഗിനിങ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് അതിന് തുടക്കം എന്ന നിലയ്ക്ക് നിങ്ങൾക്കൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അവരുടെ ഭാഗത്ത് നിന്നും കിട്ടുമെന്നാണ് കാണുന്നത് കേട്ടോ. അവിടെ നിന്ന് മാത്രമേ അത് മുന്നോട്ട് പോവുകയുള്ളൂ. ആദ്യം ഇവര് ഒരു തീരുമാനം എടുത്ത് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ തരും. ഒരു മെസ്സേജ്, ഒരു കോള്, അല്ലെങ്കിൽ അവർ നിങ്ങളെ കാണണമെന്ന് പറയും. അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ആക്ഷൻ ആയിരിക്കും ആദ്യം അവരുടെ ഭാഗത്ത് നിന്നും വരിക. ഓക്കെ, അതിനുശേഷം മാത്രമേ, കാരണം ഈ പല പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുണ്ട്, ആ സോൾവ് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് നിങ്ങൾക്ക് അവരുടെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ട് കിട്ടുക. അവിടെ നിന്ന് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് ഈ സെക്കൻഡ് പൈൽ എടുത്തവര് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്തോളൂ.